ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒത്തിരിയേറെ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരമാണ് ക്രമീകരിക്കേണ്ടത്, ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി നൽകേണ്ടത്, അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളെപ്പറ്റി ധാരാളം മോട്ടിവേഷണൽ ക്ലാസ്സുകൾ കാണാം. എന്നാൽ ഓരോ ക്രിസ്ത്യാനിയും തങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള ജീവിതത്തെ എപ്രകാരമാണ് ക്രമീകരിക്കേണ്ടതെന്നും നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിതത്തിന് എവിടെ നിന്നാണ് ശക്തി ലഭിക്കുന്നതെന്നും രണ്ട് സഹോദരിമാരുടെ ജീവിത അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ ഞായറാഴ്ച തിരുസഭ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയാണ്. മറ്റാരുമല്ല, ഈ രണ്ട് സഹോദരിമാർ ഈശോയുടെ ഒറ്റ സ്നേഹിതനായിരുന്ന ലാസറിൻ്റെ സഹോദരിമാരായിരിക്കുന്ന മർത്തായും മറിയവുമാണ്. ഇവരുടെ സ്നേഹിതനായ ഈശോ മിശിഹ ഒരിക്കൽ ഈ രണ്ട് സഹോദരിമാരെയും അവരുടെ സഹോദരനെയൊക്കെ കാണുന്നതിന് വേണ്ടി അവരുടെ ഭവനത്തിലേക്ക് എത്തുകയാണ്. ഈ ലോകത്തിൽ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു അതിഥിയെ ലഭിച്ചപ്പോൾ രണ്ട് സഹോദരിമാരും ഏറെ സ്നേഹത്തോടെ അവനെ സ്വീകരിച്ച് തങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം മർത്ത തനിക്ക് പാരമ്പര്യമായി ലഭിച്ച കഴിവുകളും തങ്ങളുടെ വിശ്വാസ രീതിയും അനുസരിച്ച് ഏറ്റവും ആതിഥ്യ മര്യാദയോടുകൂടി ഈശോയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അവൾ വ്യാപൃതിയാകുകയാണ്. അവൾ തിരക്കിട്ട് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നു. അതേസമയം മറിയമാകട്ടെ ഈശോയാണ് തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം നൽകാൻ സാധിക്കുന്ന വ്യക്തിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് ഈശോയെ അടുത്ത് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരത്തിൽ അവൻ്റെ വാക്കുകൾ ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൻ്റെ ജീവിതത്തെ അവൾ ക്രമീകരിക്കുകയാണ്. ഈ രണ്ട് സഹോദരിമാരും നമ്മുടെ എല്ലാവരുടെയും പ്രതീകങ്ങളാണ്. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. സഭയിൽ മർത്തായെ പോലെ ഓടി നടന്ന് പണിയെടുക്കുന്നവരാണ്. സാധിക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കും. പള്ളിയിൽ, പൊതുയോഗങ്ങളിൽ, പാരിഷ് കൗൺസിലിൽ, കാറ്റഗിസം ടീച്ചിങ്ങിൽ, വിൻസെൻ്റ് പോൾ, മാതൃവേദി, അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളും പ്രവർത്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. പക്ഷേ ഈ മർത്തായ്ക്ക് ഒരു ചെറിയ അബദ്ധം പറ്റുന്നുണ്ട്. അവൾ ഈശോയോട് ചെന്നൊരു പരാതി പറയുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്, എൻ്റെ സഹോദരി ഇതിലൊന്നും എന്നെ സഹായിക്കുന്നില്ല, അതുകൊണ്ട് അവളെ കൂടി നീ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടണം. അപ്പോൾ ഈശോ പറയുന്നു, മർത്ത, നിനക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം നീ തിരിച്ചറിയുക. നീ തിരഞ്ഞെടുത്തതും നല്ലതാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവവചനം ഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തതാണ്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മർത്ത ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണെന്നല്ല. മർത്ത ചെയ്യേണ്ടത് ഈ മറിയത്തെ പോലെ ഈശോയുടെ വചനം ശ്രവിച്ച ശേഷം അവനിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് വേണം മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകുവാനായിട്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിലൊക്കെ ചില പ്രയോറിറ്റികൾ നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക്, കൂദാശകൾക്കായിരിക്കണം ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആ വിശുദ്ധ കുർബാനയിൽ ലഭിക്കുന്ന ശക്തിയുമായിട്ട് വേണം നമ്മൾ പുറത്തേക്ക് പ്രവർത്തിക്കാനായിട്ട് പോകേണ്ടത്. നമ്മുടെ ലാറ്റിൻ ചർച്ചിൽ വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ വിശുദ്ധ കുർബാന സമാപിച്ചിരിക്കുന്നു, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ചൈതന്യം കൊണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുമെന്ന്. അതായത് ഈശോയെ കണ്ട മറിയം ഈശോയുടെ ചുവട്ടിലിരുന്നു കൊണ്ട് ഈശോയുടെ നല്ല വാക്കുകൾ ശ്രവിക്കുകയാണ്. ഈശോ വന്നപ്പോൾ ആ ഈശോയുടെ അടുത്തിരിക്കുവാനാണ് മറിയവും മർത്തയും ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. എന്നാൽ മർത്ത മറ്റ് പല കാര്യങ്ങളും വ്യാപൃതിയാകുകയും സഹോദരിയെ കൂടി തൻ്റെ അടുത്തേക്ക് പറയണമെന്ന് അല്ലെങ്കിൽ പറഞ്ഞു വിടണമെന്ന് ഈശോയോട് ആവശ്യപ്പെടുകയും ചെയ്തതോടുകൂടി അവൾക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ സാധിക്കാതെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഒന്ന് ആത്മപരിശോധന ചെയ്യും. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എപ്രകാരമാണ് ക്രമീകരിക്കുന്നത്?
നമ്മുടെ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ലഭിക്കുന്നതിൽ എത്ര സമയം തമ്പുരാനോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? എത്ര സമയം നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുന്നുണ്ട്? ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ആ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് അവൻ്റെ വചനം ശ്രവിക്കുവാനും അവനോട് സംസാരിക്കുവാനും നമുക്ക് കൂടുതൽ സാധിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ വേണ്ടെന്നല്ല, ആ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ഇടപെടലിൽ നിന്ന് ലഭിക്കുന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ട്. ലേഖനഭാഗത്ത് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള വരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഓരോ വരങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും, പ്രവചനവരം കിട്ടിയവൻ പ്രവചിക്കട്ടെ, പഠിപ്പിക്കാനുള്ള വരം കിട്ടിയവൻ അതനുസരിച്ച് പഠിപ്പിക്കട്ടെ, വ്യാഖ്യാനിക്കാനുള്ള വരം കിട്ടിയവൻ അതനുസരിച്ച് വ്യാഖ്യാനിക്കട്ടെ. വിവിധങ്ങളായ കഴിവുകളുമായാണ് ദൈവം നമ്മെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.